സോ സിറ്റുവേഷൻസ് ലിറ്ററലി കുറച്ച് റിസ്കിയാണ്. അതായത് ഡ്രോൺസ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്, പക്ഷെ ആളപാകം കാര്യങ്ങളൊന്നുമില്ല. ഹായ്, കസാൻ മെട്രോയെ കുറിച്ച് ആരും എക്സ്പ്ലോർ ചെയ്യാത്ത വീഡിയോസ് ഇങ്ങനെ വരാൻ പോകുന്നുണ്ട്. ഹായ്, സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ഹോസ്റ്റലിൽ ഇറങ്ങി രാവിലെ സമയം ഏകദേശം 3:45 3 മണിക്ക് ഇറങ്ങിയതാണ്. കാരണം 5:30 ഫ്ലൈറ്റ്. അവിടെ ഒന്നും ടാക്സി കിട്ടാനാക്കാനൊന്നും ബുദ്ധിമുട്ട് ചേട്ടത് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതായത് ഏത് പാതിരാത്രിക്ക് ഫ്ലൈറ്റ് ആണെങ്കിലും ആരും ഒന്നും ചിന്തിക്കേണ്ട, നേരെ ഹോസ്റ്റലിൽ ബുക്ക് ചെയ്യാം. ഹോട്ടലാണോ എവിടെ ബുക്ക് ചെയ്യാം, നേരെ മുറ്റത്ത് വരും, വണ്ടി കയറാം, പോവാം. ഞാനത് ജസ്റ്റ് നമ്മൾ ബസ് കയറി. സ്മൂത്ത് ആയിരുന്നു, വളരെ പെട്ടെന്നാണ് എല്ലാ ഇമിഗ്രേഷൻസും നമ്മൾ ഡൊമസ്റ്റിക് ആയതുകൊണ്ട് തന്നെ വേഗം കഴിഞ്ഞ് കിട്ടുന്നുണ്ട്. ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുന്ന 4 മണിയാകുമ്പോൾ ഞാൻ എയർപോർട്ടിനുള്ളിലെത്തി. ഓൺ ടൈമിനാണെന്ന് തോന്നുന്നു ഫ്ലൈറ്റ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ബോർഡ് ചെയ്തു, ഫ്ലൈറ്റിലേക്ക് പോയിക്കൊണ്ട് കാണാം. അപ്പോൾ റോസിയ എയർലൈൻസ് ഞാൻ പറഞ്ഞു, റോസിയ എയർപോർട്ടിന്റെ ഫ്ലൈറ്റ് ആണ്. അത് മാത്രമല്ല, എനിക്ക് ലഗേജ് 55/45 25 ആയിരുന്നു. പക്ഷെ 2 പ്രാവശ്യം എന്നോട് ചെക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് സ്മൂത്ത് ആയിട്ട് 2 എയർലൈൻസ് കയറാൻ പറ്റി. സ്മാർട്ട് ഏവിയ മാത്രമാണ് പറ്റിച്ചത്. നല്ലൊരു എമൗണ്ട്, 200 ദിർഹംസിന്റെ അടുത്ത് വെറുതെ പോയി. എപ്പോഴും ആ സങ്കടം മാറിയിട്ടില്ല. സങ്കടം എന്താ അറിയോ, ഈ ഫ്ലൈറ്റിന്റെ പകുതി മുക്കാലും കാലിയാ. എന്നിട്ട് ഞാൻ ഈ ഫ്ലൈറ്റിന് എത്ര റേറ്റ് കൊടുത്തത്? 450 ദിർഹംസ് ഒരു ഡൊമസ്റ്റിക് ഫ്ലൈറ്റിന്. 450 ദിർഹംസ്. ഇത് ലാസ്റ്റ് ബുക്ക് ചെയ്താൽ മതി തോന്നി. ഫ്ലൈറ്റിന് ആരുമില്ല. ഫ്ലൈറ്റ് നിങ്ങള് പകുതി മുക്കാലും കാലിയായിട്ട്, അത് ഫുൾ കാലി. വെൽക്കം ടു കസാൻ. ഹായ്, അങ്ങനെ നമ്മൾ കസാനിൽ വന്നിറങ്ങി. വളരെ നേരത്തെ തന്നെ വന്നിറങ്ങി. ഏകദേശം കറക്റ്റ് 2 മണിക്കൂർ പോലും എടുക്കേണ്ടി വന്നില്ല അതിന് മുന്നേ ഇറങ്ങി. പക്ഷെ അവിടെ വന്ന് ഇറങ്ങിയപ്പം തന്നെ നല്ലൊരു പണി കിട്ടി. പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സിമ്മ് റേഞ്ച് കാണിക്കുന്നുണ്ട്, പക്ഷെ നെറ്റ് വർക്ക് ആവുന്നില്ല. അങ്ങനെ കുറെ സ്വിച്ച് ഓഫ് ആക്കി ഓൺ ആക്കി എല്ലാം കൂടി 2G വന്ന്, പിന്നെ 3G ആയി. പക്ഷെ എന്നിട്ടും ആപ്പൊന്നും ലോഡ് ആവുന്നില്ല. ആകെ പെട്ടിട്ടുള്ള എങ്ങനെ ടാക്സി ബുക്ക് ചെയ്യണമെന്നല്ല. എയർപോർട്ട് ടാക്സി എടുക്കാൻ ഭയങ്കര മടിയുണ്ട്. കാരണം എയർപോർട്ട് ടാക്സിക്കാർ എങ്ങനെ റേറ്റ് പറയാന്ന് അറിയില്ല. ഏകദേശം 35 കിലോമീറ്റർ ഉണ്ട് സിറ്റിയിലേക്ക് പോകാൻ. അങ്ങോട്ടേക്കുള്ള കറക്റ്റ് ബസ്സും കാര്യങ്ങളും അതും അറിയില്ല. അങ്ങനെ ആകെ നമ്മള് ശരിക്കും പറഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. എൻ്റെ ഇന്റർനെറ്റ് വർക്ക് ആവുന്നില്ല. അതായത് റേഞ്ച് ഉണ്ട്, എല്ലാ സ്ഥലത്തും വർക്ക് ആയതാണ്. ഇവിടെ എത്തിയപ്പോൾ മാത്രം വർക്ക് ആവുന്നില്ല. എങ്ങനെയോ 2G വന്നിരുന്നു, അതും പോയി. പിന്നെ എയർപോർട്ടിന്റെ ഉള്ളിൽ നടന്ന് കളിച്ചിട്ട് സിം കാർഡിന്റെ കൗണ്ടറിൽ ഇതുവരെ ആരും വന്നിട്ടില്ല. ഇൻഫർമേഷൻ കൗണ്ടറിൽ പോയപ്പോൾ അവർ പറഞ്ഞു ഇവിടെ സിം ഇല്ല, വൈഫൈ ഇല്ല, ഒന്നുമില്ല. ഒരു കഥ. അത് ഇംഗ്ലീഷ് വരുന്നില്ല. പിന്നെ ഞാൻ 1-2-3 ആൾക്കാരോടൊക്കെ ചോദിച്ചു, ആരും നെറ്റും തരുന്നില്ല. അപ്പൊ ഞാൻ ലാസ്റ്റ് ഓക്കെ എയർപോർട്ട് ടാക്സി എന്തെങ്കിലും എടുത്ത് പോവാന്ന് വിചാരിച്ച് വെറുതെ ഒരു കഫേയിലെത്തിയിട്ട് അവർക്ക് വൈഫൈ ഉണ്ടാവുന്ന ചോദിച്ചു. പക്ഷെ ആ പണിന് ലാംഗ്വേജ് അറിയില്ലെങ്കിൽ നമുക്ക് കാര്യം മനസ്സിലായി. ചുമ്മാ കയറി ഞാൻ ഇങ്ങനെ അവരുടെ ഇവിടെ വൈഫൈ ഉണ്ടോ, ഒരു ഷോപ്പിൽ വൈഫൈ ഒന്നുമില്ല. പിന്നെ ഓളെ പേഴ്സണലി ടെതറൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല. എന്താ ഹോട്ട്സ്പോട്ട് തരാറുണ്ട്, അവൾക്ക് മനസ്സിലായി. ഓളെ വൈഫൈ എനിക്ക് ഷെയർ ചെയ്ത് എന്നോട് പറഞ്ഞ വേഗം ടാക്സി ബുക്ക് ചെയ്തിട്ട് പോയി. ഓരോ ലാംഗ്വേജ് പറഞ്ഞ ഏകദേശം എനിക്ക് മനസ്സിലായി. ഞാൻ സ്പോട്ടിൽ തന്നെ കയറി വേഗം യാൻഡെക്സ് കയറി ടാക്സി അങ്ങ് ബുക്ക് ചെയ്ത് ഇപ്പതാ ടാക്സി കയറി നേരെ പുറത്തെത്തിയപ്പോഴൊക്കെ വൈഫൈ കട്ടെ. പക്ഷെ എൻ്റെ വണ്ടി നമ്പർ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് അങ്ങനെ കയറി. ഓരോ മനുഷ്യന്മാരുടെ രൂപത്തിൽ വരുന്ന സഹായിക്കുന്നത്. അങ്ങനെ നമ്മൾ കസാനിലെത്തി. സോ ഇതാണ് ഞാൻ നിൽക്കുന്ന ഹോസ്റ്റൽ. പണീന്റെ മുകളിൽ വീണ്ടും പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സിമ്മ് ഇപ്പോഴും വർക്ക് ആവുന്നില്ല. അതായത് റേഞ്ച് കാണിക്കുന്നുണ്ട്, നെറ്റില്ല. പിന്നെ റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ ഇംഗ്ലീഷ് കണ്ടുപിടിച്ചതായിട്ട് അവർക്ക് യാതൊരു അറിവില്ല. എന്ത് ചോദിച്ചാലും അവർ റഷ്യയിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവരുടെ അടുത്ത് വൈഫൈ എന്താ ഉള്ളത് വെച്ചപ്പോൾ അവർ പറഞ്ഞേ ഡ്രോൺ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. ഡ്രോണ് വരുമല്ലോ ഇവിടെ. ചിലപ്പോൾ ഉക്രൈനിലുള്ള ഡ്രോണ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തു വെക്കും, ജാം ചെയ്യും. അങ്ങനെ ചെയ്താ പറഞ്ഞ അവരുടെ ഫോണിൽ ഇന്റർനെറ്റ് വർക്ക് ആവുന്നുണ്ട്. എന്റെ റൂമിൽ വേറെ അടുത്ത് എനിക്ക് ഹോട്ട്സ്പോട്ട് കിട്ടുന്നു, അതും 2 മിനിറ്റ് വർക്ക് ആയില്ല, പിന്നെ വർക്ക് ആയില്ല. ചെറിയ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ആരും വർക്ക് ആവരുതല്ലോ. പിന്നെ അങ്ങനെ ഡ്രോൺ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ രാവിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റ് ഇട്ടില്ല ഉണ്ടാക്കി. അപ്പൊ എനിക്ക് ലോജിക്കലി ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും എന്താണ് എന്റെ സിമ്മിന്റെ ഇഷ്യൂ എന്ന് മനസ്സിലാവുന്നില്ല. സിമ്മിനും 1 മാസം വാലിഡിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നെറ്റ് മാത്രമേ വരുന്നില്ല. അപ്പോ ഇതൊന്നും ഇല്ലാതെ എങ്ങനെ ഇവിടെ 2 ദിവസം സർവൈവ് ചെയ്യുന്ന എനിക്കൊരു ഐഡിയ ഇല്ല. ജസ്റ്റ് എയർപോർട്ടിൽ നിന്ന് എന്തോ ഇതിനൊരു മാപ്പ് എടുത്തിരുന്നു, അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ മനസ്സിലാക്കി എടുക്കാണ് കാര്യങ്ങള്. പിന്നെ അവരിവിടെ ഒരു മാളുണ്ട്, അവിടെ പോയാൽ സിമ്മ് റെഡിയാക്കാൻ പറ്റുന്ന പറഞ്ഞേ.
അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ മാള് തപ്പി ഇറങ്ങിയതാണ്. പിന്നെ അവിടെ നോർമൽ ലൈഫുമായിട്ട് തന്നെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. അതിൽ പെട്ടെന്ന് ഡ്രോൺ എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനൊന്ന് പേടിച്ചു. പക്ഷെ എയർപോർട്ടൊക്കെ നോർമൽ രീതിയിൽ തന്നെ വർക്ക് ആവുന്നുണ്ടായിരുന്നു അവിടെ. ആദ്യം എങ്ങനെയെങ്കിലും മാളൊന്ന് കണ്ടുപിടിക്കട്ടെ. നല്ല രസമുണ്ട് ഇവിടെ ഏരിയാസ് കാണാൻ. അതേപോലെ ഞാൻ മാപ്പ് എടുത്തുകൊണ്ട് ഇതിന്റെ അത് കുറെ സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട്. ഏകദേശം എനിക്ക് ഐഡിയ കിട്ടി. കാരണം എന്റെ റൂമിന്റെ അടുത്താണ് ഈ ബിൽഡിംഗ് ഒക്കെ കിടക്കുന്നത്. പക്ഷെ ബിൽഡിങ്സിന്റെ പേരൊക്കെ അവർ കൊടുത്തിരിക്കുന്നത് വേറെ ഇതിലാണ്. അതുകൊണ്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുക്കാനും പറ്റുന്നില്ല. നെറ്റില്ലാതാകെ കുടുങ്ങിയിരിക്കുകയാണ്. കാണാൻ പോകാൻ എനിക്ക് ഈ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഏകദേശം ഊഹവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് പോകാൻ പറ്റും. പക്ഷെ ഇപ്പൊ എനിക്ക് ലാംഗ്വേജ് ആണ് വലിയ പ്രശ്നം. എങ്ങനെ തപ്പി കണ്ടുപിടിക്കാന്നുള്ള അറിയില്ല. നമ്മള് സിമ്മില്ലാതെ പെട്ടുപോയപ്പോ ഫ്രണ്ടിനെ കിട്ടി. ഇവിടെ നേരത്തെ പരിചയപ്പെട്ടാണ് ഇതുള്ള ആള്. അപ്പൊ അവൻ എന്നോട് എന്റെ കൂടെ ഒന്നോ കാണിച്ചു തരാന്ന് പറഞ്ഞു. മിക്കവാറും മറ്റേ സിം എടുക്കുന്ന സ്ഥലത്തേക്ക് കൈ കൊണ്ടുവന്ന് എന്താവെന്ന് അറിയില്ല. ഏതായാലും സിമ്മില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹായ്. ജിനിയസിന് ഏകദേശം ഇങ്ങനെ ക്യാമറ കണ്ടപ്പോൾ മനസ്സിലായി ബ്ലോഗറാണോ എന്നൊക്കെ ചോദിച്ച്. നമ്മുടെ കാണിക്കാൻ മാത്രം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആയിട്ടില്ല. എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ ഒരാൾ പരിചയപ്പെടുമ്പോ ഒരു സബ്സ്ക്രൈബ് ചെയ്യണ്ട. നല്ല മനുഷ്യന്മാരാ. പച്ചക്ക നല്ല കേൾക്കാനുണ്ട്. അവന് ഭയങ്കര കാര്യമായിട്ട് കുറെ എന്റെ കൂടെ തന്നെ വന്ന് കുറെ അവന്റെ ഫോണിൽ ട്രാൻസ്ലേറ്ററിലൊക്കെ വർക്കാവുന്നുണ്ട്. കുറെ എനിക്ക് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം. മീൻസ് കുറെ ഞങ്ങളങ്ങനെ കോൺവെർസേഷൻ ഒക്കെ നടത്തി നോക്കി. സോ നടപടി ആയില്ല. എല്ലാ സിറ്റീസും നല്ല അടിപൊളിയാണ് വെറുതെ കാണാനുണ്ട്. പക്ഷെ മറ്റിടത്തുള്ളത് പോലെ അത്ര ക്രൗഡോ ടൂറിസ്റ്റോ ഒന്നും ഖസാനിലേക്ക് ഇല്ല. കാരണം ഖസാൻ കുറെ അപ്പുറത്തായതുകൊണ്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഫ്ലൈറ്റ് തന്നെ ഓൾമോസ്റ്റ് പകുതി കാലിയായിരുന്നു. പെട്ടെന്ന് ഇങ്ങോട്ട് എത്തിയപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളെ കാണാൻ തുടങ്ങിട്ടോ. പിന്നെ നമ്മളെ സൈറ്റ് സീയിങ് ബസ് ഖസാനിന്റെ സിറ്റി സൈറ്റ് സീയിങ്ങിന്റെ പ്ലാൻ ഒന്നും എല്ലാ സ്ഥലത്തും പോകുമ്പോൾ ഞാൻ എടുക്കും. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് കയറാറില്ല. കാരണം ഈ പൈസ കാണുമ്പോഴേ സത്യം പറഞ്ഞാൽ ഇവിടെ എനിക്ക് മാപ്പില്ലാത്ത സ്ഥിതിക്ക് അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നത്. അപ്പൊ ഏറ്റവും ബെറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. സോ നമുക്ക് ഇതിൽ പോയാൽ 1500 മൊത്തം കവർ ചെയ്ത് നമുക്ക് തിരിച്ചു വരാം. പിന്നെ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 24 hours യൂസ് ചെയ്യാം. അതായത് ഇന്ന് നമ്മൾ 3 മണിക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നാളെ 3 മണി വരെ അത് യൂസ് ചെയ്യാം. ഇപ്പൊ ഞാൻ പർച്ചേസ് ചെയ്യുമെങ്കിൽ നാളെ രാവിലെയും കൂടി കയറാൻ പറ്റുള്ളൂ. പക്ഷേ ടൈമിംഗ് അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക. 6 മണിക്കൂർ കൊണ്ട് തീരുമ്പോൾ അത്രയും അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. സോ ഖസാനിലെ മെട്രോ സ്റ്റേഷൻസ് ഉണ്ട് കേട്ടോ. ഖസാനിലെ മെട്രോ നമ്മളിപ്പോൾ കയറി എക്സ്പീരിയൻസ് ചെയ്യും. ബാക്കി ഇതുവരെ ഞാൻ നടന്നു വന്നതാണ്. സോ ഈ ബിൽഡിങ്ങിൽ ബി ലൈൻ ഉണ്ടെന്ന് പറയുന്നു. കയറി നോക്കട്ടെ എന്താവുന്നുള്ളത്. സോ സിറ്റുവേഷൻസ് ലിറ്ററലി കുറച്ച് റിസ്കിയാണ്. അതായത് ഡ്രോൺസ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. പക്ഷെ ആളപായം കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മുടെ മെയിൻ പ്രശ്നം നമുക്ക് ഫ്ലൈറ്റ് ഡിലേയോ ക്യാൻസലോ വരുമോ എന്നുള്ളൊരു പേടിയുണ്ട്. കാരണം ലാസ്റ്റ് ഫ്ലൈറ്റ് ആണ് ഗോയിങ് ബാക്ക് ടു ഷാർജ. അതിലെന്തെങ്കിലും പണിയിട്ടേ കുടുങ്ങിപ്പോ. സോ നമ്മളിവിടെ മെട്രോ സ്റ്റേഷനിൽ വന്നു. ഇവരെന്നെ ഹെൽപ്പ് ചെയ്തു. അതായത് ഒരു ടോക്കൺ ആണെങ്കിൽ ചെറിയ പൈസ ഉള്ളൂ. ഇവിടെ 43 ഉള്ളൂ. 2 ആണെങ്കിൽ 86. അപ്പം എനിക്ക് തിരിച്ച് വീണ്ടും ഇവിടെ തന്നെ വരാനുള്ളതുകൊണ്ട് ഞാൻ 2 എടുത്തു. നോക്കി സെന്റ് പീറ്റേഴ്സ്ബർഗിൽ 53 1 കിട്ടുന്നിടത്ത് ഇവിടെ 2 കേട്ടോ. പിന്നെ ഇതാ ഇവിടെ വന്നിട്ട് ഈ കോയിൻ ഇതിൻ്റെ അകത്ത് ഇട്ടെടുത്താൽ മതി. 2 കോയിൻ വരും. അപ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് കയറാം, പോവാം. ദാറ്റ്സ് ഓൾ. ഈ ക്രിമിലോസ്കി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ പോയി ഇറങ്ങിയാൽ നമ്മൾ ഈ കണ്ട നടന്ന് മൊത്തം ഒറ്റ സ്റ്റേഷനിൽ നമുക്ക് അവിടെ എത്താൻ പറ്റും. അതൊക്കെ പഴയ മെട്രോ സ്റ്റേഷൻസ് ഇട്ട് എല്ലാം. അപ്പൊ ഞാന് ഇവിടുന്ന് ഒന്നും നമ്മൾ തപ്പി കണ്ടുപിടിക്കണം എന്നുള്ളു. എനിക്ക് ക്രിമിലോസ്കി എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്കാണ് ഇപ്പൊ ഞാൻ പോകേണ്ടത്. ഒറ്റ സ്റ്റേഷനുള്ളൂ നമ്മള് ക്രിമിലോസ്കിയിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. മെട്രോസ് നോക്കി ആളും കാര്യമൊക്കെ. ഖസാനിലൊന്നും ആരും പോകാതിട്ട് ഇങ്ങനെ മെട്രോ സ്റ്റേഷനെ കുറിച്ച് ഞാൻ എവിടെ കണ്ടിട്ടൊന്നുമില്ല. അതുകൊണ്ട് എന്താ രസം മെട്രോ സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ. ഖസാനാണ് എനിക്ക് തോന്നുന്നു വെരി ഓൾഡ് മെട്രോ സെക്ഷൻ ആണ്. മെട്രോ ഇറങ്ങി നേരെ വരുന്നിടത്ത് തന്നെ അതാ ഖൽ ഷരീഫ് മോസ്ക്. എന്ത് രസം നമുക്ക് ഇവിടെ താഴോട്ട് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും ഇത് ഭയങ്കര അടുത്ത്. ആ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, അതിൽ തന്നെ എൻ്റെ റൂമുള്ളത്. പിന്നെ അതൊരു സെൻട്രൽ സ്റ്റേഡിയമാണ്. എന്തിനുള്ളതാണാവോ, ഇനി പള്ളിൻ്റെ സമയം ഫ്രീ ആക്കിയതാണോ എന്നറിയില്ല. ടിക്കറ്റ് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടുന്ന് ഓപ്പണുമാണ്. സോ വേഗം പള്ളിയിലേക്ക് പിടിക്കട്ടെ. ഇവിടുന്ന് ബാങ്ക് കൊടുക്കുന്ന കേൾക്കുന്നുണ്ട്. എൻട്രൻസ് ആണ് കേട്ടോ. ഞാൻ ആ ഖുൽ ഷരീഫ് മോസ്കിന്റെ ആക്ച്വൽ ഒരു 3D ചെയ്തിട്ട് കറങ്ങി വരുന്നതാണത്.
ഇവിടുന്ന് ഒരുപാട് ഇതുണ്ട് കേട്ടോ. ഈ പള്ളിയുടെ നമ്മൾ മേലെ കയറി നിസ്കരിച്ച് അതിന്റെ താഴോട്ട് മ്യൂസിയം ഉണ്ട്. 200-250 അങ്ങനെ കൊടുത്താൽ ഓഡിയോ ഗൈഡ് കിട്ടും. ടിക്കറ്റിന് എക്സാക്ട്ലി എത്ര എന്നുള്ളത് എനിക്കറിയില്ല. വേറെ ശേഷം ഒരു ടൂറിസ്റ്റുകൾക്ക് ഓപ്പണായി കൊടുത്തിന്. പക്ഷെ മറ്റുള്ള സ്ഥലത്ത് പോലെ ഫുള്ളി കവർ ചെയ്യണമെന്നൊന്നുമില്ല. ആകെ അവർക്ക് ഈ മുട്ടുകാല് മറിഞ്ഞിരിക്കണം എന്നും പിന്നെ തലയിൽ സ്കാർഫ് ഇടണം എന്നുള്ളത് മാത്രമേ. അത് അവരെന്നെ ഇവിടുന്ന് തന്നെ തരും. ഷേഖ് ജാദ് പള്ളിയിലൊക്കെ ഉള്ള പോലെ. പിന്നെ നമുക്ക് ഒറ്റടിക്ക് ഇത് കഴിഞ്ഞപ്പം ഒരുപാട് ആൾക്കാർ ക്യൂവിൽ നിൽക്കണ്ട. പള്ളിയുടെ സമയത്ത് എനിക്ക് ഒന്ന് അടച്ചിട്ട് വരുന്നു. മാഷാ അല്ലാഹ്, ദിസ് ഇസ് ദ ലുക്ക് ഓഫ് ഖുൽ ഷരീഫ് മോസ്ക്. ഒരുപാട് സുവനീർ ഷോപ്പുകളുണ്ട് ഇതിനെ ബേസ് ചെയ്തിട്ട്. ഒബ്വിയസ്ലി ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് തന്നെ നല്ല ഹൈ ലെവലിലായിരിക്കും മിക്കവാറും. ഖുൽ ഷരീഫ് മോസ്കിന്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ കാണാൻ കൂടെ. ഇതൊക്കെ ഇവിടെ ഉള്ള ബിൽഡിങ്സ് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ഖുൽ ഷരീഫ് മോസ്ക് വലിയൊരു കോമ്പൗണ്ടാണ് കേട്ടോ. അത് ഒരുപാടുണ്ട്. അതിന്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കയറുന്ന മുതലുള്ള കാര്യങ്ങളോട് കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് മെയിൻ എൻട്രൻസ്. കയറി നമ്മൾ വന്ന് ഇതിലാണ് ഞാനിപ്പോൾ കയറിയിട്ടുള്ളത്. ഇത് ആക്ച്വലി പറയുകയാണെങ്കിൽ ക്രെംലിൻ തന്നെയാണ് ഇത് അറിയപ്പെടുന്നത്. ക്രെംലിൻ ഒരു കാര്യാലയമാണ്. ഇത് വലിയ കാര്യാലയമാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിന്റെ എൻട്രൻസ് ഇവിടെ വേറെ എൻട്രൻസ് ഇതാ ഇവിടെ. അപ്പൊ ഞാനതിൽ ഇങ്ങനെ വായിച്ച് മനസ്സിലാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മ്യൂസിയം ഉണ്ട്, ഇതൊരു പള്ളി നമ്മൾ ഖുൽ ഷരീഫ് മോസ്ക് ഉണ്ട്, പിന്നീട് അതുപോലെ തന്നെ ഇവിടെ ഒരു കോർട്ട്യാർഡ് ഉണ്ട്, പിന്നെ വീണ്ടും ഒരു കത്തീഡ്രൽ, ഒരു ബിഷപ്പ് റെസിഡൻസ്. ഇതിന്റെ ഇടയിൽ ഈ മ്യൂസിയം എക്സിബിഷൻ റെഡ് കൊടുത്ത്, പിന്നെ ഈ ബ്ലൂവിൽ കൊടുത്തിരിക്കുന്ന ഇവരെ ക്രെംലിന്റെ മറ്റു പല സ്ഥലങ്ങളാണ്. അതായത് ഫെൻസ്, പിന്നെ അതുപോലെ ലൊക്കേഷൻ ഓഫ് ദ ലോസ് ബെൽ ടവർ, അങ്ങനെ അവരുടെ ഒരുപാടുണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ശരിക്കും കറങ്ങി തീർക്കാൻ ഒരു ഗൈഡോ കാര്യങ്ങളോ വേണം. അതുപോലെ ഇത് കറങ്ങുന്നതിന് ഒരുപാട് സമയം എടുക്കും. ആക്ച്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നാച്ചുറലി. കാരണം എനിക്ക് ഫ്ലൈറ്റിൽ നിന്നൊക്കെ വരുമ്പോൾ ഇങ്ങനെ കാണായിരുന്നു. അടിപൊളി സ്ഥലമാണ്. ബട്ട് ഈ പറഞ്ഞ പോലെ പൊതുവെ കുറച്ച് ഇങ്ങോട്ടായതുകൊണ്ട് അങ്ങനെ ആരും വരാറില്ല. പിന്നെ ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ എൻ്റെ ഏറ്റവും വലിയ മെയിൻ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ്വർക്ക് ഇല്ലാത്തതിൻ്റെ മെയിൻ റീസൺ ഡ്രോൺ അറ്റാക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഡ്രോൺ അറ്റാക്ക് വരുമ്പോൾ ആളുകൾക്കൊന്നും സംഭവിക്കാറില്ല, ആളപായം കാരണം ഉണ്ടാവില്ല. ബട്ട് മേ ബി ഫ്ലൈറ്റ് ഡിലേ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ക്യാൻസലേഷൻ വരും. ഞാൻ വന്നപ്പോൾ കുഴപ്പമുണ്ടല്ലോ, എയർപോർട്ടൊക്കെ ഓപ്പൺ ആണ്, എയർപോർട്ടിൽ എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആണ്. ഞാൻ അന്വേഷിച്ചപ്പോൾ നെറ്റ്വർക്ക് ഒന്നും വർക്കാവാത്തത്. അപ്പോൾ ഇവിടെ ഉള്ള ആളുകൾ അതായിട്ട് യൂസ് ചെയ്ത് ഒരു പറഞ്ഞ് ഉച്ച വരെ നെറ്റ്വർക്ക് ഉണ്ടാവില്ല, ഉച്ചയ്ക്ക് ശേഷം നെറ്റ്വർക്ക് വരും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പക്ഷെ ഒരു ക്രെംലിൻ എന്നവർ ഉദ്ദേശിക്കുന്നത് കാര്യാലയം എന്നാണ്. നമുക്ക് മോസ്കോയിലൊക്കെ പോയ അവിടെ ക്രെംലിൻസ് ഉണ്ട്. റെഡ് സ്ക്വയറിന് നിൽക്കുന്ന ഒരു ക്രെംലിനാണ്. അങ്ങനെയാണ് അവർ ക്രെംലിൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിനൊക്കെ ടിക്കറ്റ്സ് എടുക്കണം എന്ന് തോന്നി. ഞാൻ പള്ളിയിലൊക്കെ ആയതുകൊണ്ട് നേരെ കയറി വന്നാണ്, ടിക്കറ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പോയി നോക്കട്ടെ, എവിടെയും കയറാൻ പറ്റില്ല എന്ന് പറയണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് വരേണ്ടി വരും. ഇത് കാനോൺ യാർഡാണ്, ആ കാണുന്ന എൻട്രൻസ് ആണ്. പിന്നെ ഇത് സുസുംബിക്ക ടവർ എന്ന് പറയും. ഇത് എന്റെ ലിസ്റ്റിൽ കാണുന്നുണ്ട്. മൈറ്റ് ബി നമുക്ക് മേലോട്ട് കയറി കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഗവർണർ പാലസ് ആണ് അതിൻ്റെ അടുത്ത് വരുന്നത്. അതേപോലെ തന്നെ ഗവർണറിന്റെ ഇതുണ്ട്, പാലസ് ചർച്ചും വരുന്നുണ്ട് ഇതിന്റെ കൂടെ തന്നെ. സോ ഇതാണ് ഈ ഒരു ഏരിയയിലെ മെയിൻ ആയിട്ടുള്ള സംഭവങ്ങൾ. പാലസും പാലസ് ചർച്ചും നല്ല രസമാണ് കേട്ടോ എല്ലാം കാണാൻ വേണ്ടിയിട്ട്. സുംബിക്ക ടവറിന്റെ എൻട്രൻസ് ഒക്കെ പൂട്ടിയിട്ടാണ്. അപ്പൊ അതിലേക്ക് കയറാനുള്ള ഓപ്ഷൻസ് ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. ഐ തോട്ട് സുംബിക്ക ടവറിന്റെ മേലെ കയറിയിട്ട് വ്യൂ കാണാൻ പറ്റുന്നതായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. ക്യാമറയിലെ പുറകോട്ട് വന്നു കഴിഞ്ഞാൽ വേറൊരു വ്യൂ ഉണ്ട്. അത് ഗംഭീര വ്യൂ അല്ലേ. പിന്നെ വേറെ ചർച്ചുകളിലൊക്കെ കണ്ടോ, നല്ല കളറാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇറ്റ്സ് ലുക്സ് സോ ബ്യൂട്ടിഫുൾ മാൻ, സോ ബ്യൂട്ടിഫുൾ. ബിൽഡിങ്, അതുപോലെ തന്നെ മറ്റു ബിൽഡിങ്ങും, പിന്നെ ഇപ്പുറത്ത് നേരെ കസാൻക റിവർ. ഒരു ഗംഭീര വർക്ക് തന്നെ ഉണ്ട്. അങ്ങനെ ഇതിന്റെ മുകളിലൊക്കെ ചെയ്തായിരിക്കും ഓരോ സാധനങ്ങളും കൊത്തിവെച്ച് ഉണ്ടാക്കി എടുത്തിന്. പിന്നെ ചെറിയ ഷുവനീർ ഷോപ്പുകൾ ഞാനിവിടെ എൻട്രൻസിൽ അന്വേഷണം പറയുന്നത് ക്രെംലിനിലേക്കുള്ള എൻട്രൻസ് ഫ്രീ ആണ്. ഞാൻ പറഞ്ഞല്ലോ ഖുൽ ഷരീഫ് മോസ്ക് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളും. പിന്നെ ക്രെംലിൻ നമുക്ക് കയറാം. സെപ്പറേറ്റ് മ്യൂസിയത്തിൽ കയറാൻ അവിടുന്ന് ടിക്കറ്റ്സ് എടുത്താൽ മതി. ഒരു മ്യൂസിയത്തിൽ ഞാൻ 600 ആണ് കണ്ടത്. ഇനി നമുക്ക് നേരെ താഴോട്ട് ഇറങ്ങിയിട്ട് നമ്മളെ റൂമിന് അങ്ങോട്ട് പോകണം. അപ്പൊ നമ്മളെ സെക്കൻഡ് ഹാഫിലേക്ക് ഇറങ്ങാം. റെസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഹോട്ടലൊന്ന് കാണിച്ചു തരാം. ഇത് നമ്മുടെ ഹോട്ടലാണ്. അതുപോലെ നമുക്ക് പുതിയൊരാളെ കിട്ടിയിട്ടുണ്ട് നമ്മളെ കൂടെ, മിസ്റ്റർ പൂനം ഫ്രം രാജസ്ഥാൻ ആൻഡ് ഫ്രം ദുബായ്. അപ്പം വേറൊരു യൂട്യൂബും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്, ഇതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നത് എന്നെ പോലെ തന്നെ. അപ്പം മൂപ്പരെയും കൂടി കൂട്ടിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ച് ഹിന്ദിയൊക്കെ പറഞ്ഞ അങ്ങനെ പോകാം. ഇതാണ് ഹോസ്റ്റല്. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെറ്റപ്പ് ഉണ്ട് ഇവിടെ. ഇതാണ് നമുക്ക് താഴെ കിട്ടിട്ടോ. ഇതുവരെ നമുക്ക് മേലായിരുന്നു. നമുക്ക് ആദ്യം ഇങ്ങനെ താഴെ കിട്ടി. ഇതാണ് ഹോസ്റ്റൽ റൂം. സോഫ്റ്റുള്ള കിടക്കാൻ നല്ല സുഖം. അത് കഴിഞ്ഞിട്ട് പുറത്തൊക്കെ ഇറങ്ങാൻ നിൽക്കുകയാണ്. പിന്നെ നോർമൽ കിച്ചണും ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് വൈഫൈ വർക്കാവുന്നില്ല. വൈഫൈ ആണെന്ന് ആളുകൾ ചാമ്പിയത്. ഇവർ പറഞ്ഞ് ഡ്രോണ് മറ്റേത് മറിച്ചത് അതുകൊണ്ടാണ് കിട്ടാത്തതെന്നൊക്കെ പറഞ്ഞു. ബട്ട് ആക്ച്വൽ റിയാലിറ്റി എനിക്ക് തോന്നുന്നു ഇതാണ് പ്രശ്നം. ഇവന്മാർ പൈസ അടിച്ചില്ല, അതുകൊണ്ടാണ് കിട്ടാത്തത്.
നല്ല രസമുണ്ട് കാണാൻ. ഇതിന്റെ പേര് സെന്റ് പീറ്റർ ആൻഡ് പോൾ കത്തീഡ്രൽ എന്നാണ് ഇതിന്റെ പേര്. നേരെ അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് നേരാക്കാം. അവിടെ നിന്ന് അങ്ങനെ തന്നെ കുറച്ചുകൂടി താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് ലേക്ക് പാർക്കിലേക്ക് എത്താൻ പറ്റും. ബ്ലാക്ക് ലേക്ക് പാർക്കിൽ വന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ആളുകളൊക്കെ അവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ ഒന്ന് കുറച്ചേരം ഇരുന്നിട്ട് പോകാന്ന് വിചാരിച്ച്. അതൊന്നുമില്ല, ജസ്റ്റ് ഒരു നോർമൽ പാർക്ക് അത്രേ ഉള്ളൂ. അതിൽ കുറെ ആളുകൾ കാലിട്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അങ്ങനെ നമ്മള് കസാൻ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സെന്റ് പീറ്റേഴ്സ്ബർഗിലൊക്കെ ഉള്ള പോലെ തന്നെ ഒരുപാട് ബിൽഡിങ്സും ചർച്ചസും കാര്യങ്ങളും തന്നെയാണ് ഇവിടെ ഉള്ളത്. കസാനിൽ ഇനിയും നമുക്ക് കാണാനുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ട്. കഴിഞ്ഞിട്ട് നമുക്ക് നാളെ ഒരു ദിവസമുള്ളതുകൊണ്ട് നമ്മളൊരു സ്ലോ പാത്തിൽ അങ്ങനെ ജസ്റ്റ് ചില്ല് ചെയ്ത് അങ്ങനെ നടക്കാണ്. പക്ഷെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള സിറ്റിയും കാര്യങ്ങളും. പക്ഷെ പൊതുവെ മറ്റ് സിറ്റീസിനെ അപേക്ഷിച്ചിട്ട് കമ്പാരിറ്റീവ്ലി പോപ്പുലേഷൻ ക്രൗഡ് കുറവാണ് സിറ്റീസിലൊക്കെ. അതിന് പുറമെ സത്യം പറഞ്ഞാൽ നമ്മളെ ഇന്റർനെറ്റ് വന്നിരുന്നു കേട്ടോ. ഞാൻ പോയ ഷോപ്പിലൊക്കെ അവർ പറഞ്ഞില്ല, ഈ റോണ്ട് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ചില ബ്ലോക്ക് ചെയ്യുന്നതാണ്. 3 മണി കഴിഞ്ഞാൽ വൈകുന്നേരം 3 മണി 4 മണിയാകുമ്പോൾ വരുന്നതാണ്. അപ്പൊ കറക്റ്റ് ഒരു 3 മണി കഴിഞ്ഞപ്പോൾ എന്റെ ഫോണിൽ ഞാൻ വെറുതെ ഓൺ ആക്കിയപ്പോൾ 4G വന്നു. പിന്നെ കാര്യങ്ങളൊക്കെ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. എപ്പിഫാനി കത്തീഡ്രൽ ദ ബെൽഫി എന്നാണ് പറയുന്നത്. ഇത് 16-ാം നൂറ്റാണ്ട് മുതൽ ഇതിന്റെ ചരിത്രം തുടങ്ങുന്നുണ്ട്. ഏകദേശം 74 മീറ്ററോളം ഹൈറ്റ് ഉണ്ടെന്നാണ് ഈ പറഞ്ഞത്. ഇതിന്റെ ഉള്ളില് ചുക്കറിന് തല ടച്ച് ചെയ്യുന്നുള്ള ലെവലിൽ ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇതിന്. അങ്ങനെ ടിക്കറ്റ് ഉണ്ടോ എന്താന്ന് അറിയില്ല. ലാസ്റ്റ് ടൈം കൊണ്ട് കയറ്റി വിട്ടതാണെന്ന് അറിയില്ല. ഇനി ഇരുട്ടാണ്. കട്ട വെച്ചിട്ട് അതിന്റെ മേലെ കൂടെ പോകണ്ടോ. എത്ര കയറാണ്ട് നല്ല സംഭവം. താഴെ കാണുമ്പോൾ വലിയ ചർച്ചയാണ്. കത്തീഡ്രലിനാണിത്. അങ്ങനെ ടിക്കറ്റിനാണ് ഞാൻ കയറ്റി വിട്ടതാണ്. ഏകദേശം ഒരുപാട് നമ്മൾ ഫ്ലോർ കയറി മേലെ എത്തിയപ്പോഴേ അന്തം വിട്ടേ. ഇവിടെ ഒരു കിയോസ്ക് ഉണ്ട് അച്ഛന. കയറി നമ്മള് മുകളിലെത്തി. നോക്കി ടോപ്പ് കാണുന്ന വ്യൂ. താഴത്തെ ഡാൻസ് കളിക്കുന്ന ടീം. അങ്ങനെ നമ്മളെ മുകളിലെത്തിയിട്ട് കണ്ട കാഴ്ചയാണുള്ളത്. അയ്യോ ഒന്നും പറയണ്ട, അടിപൊളി വ്യൂസ് ആണ്. ഞാൻ കാണിച്ചതാ. നല്ല കിട്ടെല്ലാം പോലത്തെ വ്യൂ അതാ അവിടെ കിടക്കുന്ന. ഇതിന് സൂര്യാസ്തമയമായി. ഇവിടെ അത്യാവശ്യം കുറച്ച് നേരത്താവും തോന്നുന്നു. അടിപൊളി. അപ്പൊ ഇതാ നമ്മളെ കസാൻക്ക് റിവറിൽ കൂടെ ബോട്ടിംഗ് നടക്കുന്നുണ്ട്. പോലെ ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ സത്യം പറഞ്ഞാൽ 2 സ്ഥലത്ത് ചെയ്തുകൊണ്ട് ഞങ്ങൾ പിന്നെ വേണോ വേണ്ട എന്നുള്ള ലെവലിൽ വിട്ടതാണ്. കസാനിൽ വന്നാൽ അവിടെ ബോട്ടിങ്ങിനുള്ള ഓപ്ഷൻസും ഉണ്ട്. വളരെ പെട്ടെന്ന് മേലെ എത്തിയിട്ട് വെറും ഒരു 5 മിനിറ്റോ അത്രയൊക്കെ വേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ താഴെ ഈ ചർച്ച ഉണ്ട്. ഈ ചർച്ച നമ്മൾ കയറിയിട്ടില്ല. പക്ഷെ ഇവിടുത്തെ എല്ലാ ചർച്ചും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ബ്യൂട്ടിഫുൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാനും നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇന്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ. ഇവിടെ പല വൈക്ക് വ്യൂസ് ഉണ്ട് കേട്ടോ. എല്ലാ വൈക്കും നിങ്ങൾക്ക് വ്യൂസ് കിട്ടും. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. പിന്നെ ഇവിടെ തോന്നുന്നുണ്ട് ഈ വ്യൂസ് ഉണ്ടോ. ഇതിൽ താഴെ അവര് ഡാൻസ് കളിക്കുന്നത്, പാട്ട് പാടുന്നത്. ആ ചെക്കന്മാർക്ക് ഓരോ പരിപാടിക്കും തന്നെ എത്ര കാണികളുള്ളത് അറിയാം. ബഹുമാറിന സ്ട്രീറ്റിലേക്ക് നമ്മളിനി വരാനുള്ളതെന്ന് അറിയില്ല. സ്ട്രീറ്റിൽ ഇപ്പം തന്നെ ആൾക്കാർ നോക്ക് ക്രൗഡായിക്കണം കേട്ടോ. അപ്പുറം തൊട്ട് ഇവിടെ വരെയുണ്ട്. ഇനി ഇതിലൂടെ അങ്ങ് നടന്ന് നമ്മൾ റൂമിലേക്ക് പോയാൽ മതി. അത്ര നമുക്ക് ഇനി ചെയ്യാനുള്ളൂ. അതിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് എപ്പിഫാനി കത്തീഡ്രലും അതിനോട് ചേർന്ന് തന്നെ ബഹുമാൻ സ്ട്രീറ്റ് ഇവിടെ തന്നെ ആണ് കേട്ടോ. ഒരുപാട് ഇതിന്റെ അട്രാക്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്ന നേരെ പോയ മെട്രോ ആണ്. സോ ഇറ്റ്സ് ടു ക്രൗഡഡ് നൗ, ടു ക്രൗഡഡ്. അങ്ങനത്തെ ആൾക്കാരാണ്. അത് കമന്റ് ഇട്ട് കൊടുക്കുന്ന ആൾക്കാർ. ജനം ഒഴുകാനുണ്ട് സ്ട്രീറ്റിലേക്ക് നന്നായിട്ട്. റഷ്യൻസിന്റെ ലൈഫിൽ പൂക്കൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആരെ കാണാൻ പോകുമ്പോഴും പുതിയതായിട്ട് മീറ്റ് ചെയ്യുമ്പോഴും ഒക്കെ ഫ്ലവേഴ്സ് കൊണ്ട് ചെല്ലുന്നതാണ് അവരുടെ ആദിത്യ മര്യാദ പോലും. മോസ്കോയിലൊക്കെ ഏറ്റവും കൂടുതൽ ഫ്ലവർ ഷോപ്പ് ഉള്ളതെന്നാണ് പറയാ. മാളിൽ വന്നിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാൻ ഞങ്ങൾക്ക് ലാസ്റ്റ് നമ്മള് പിന്നെ ഫുഡ് കോർട്ടൊക്കെ അടച്ചെടുക്കായിരുന്നു. അപ്പൊ അതുകൊണ്ട് ലാസ്റ്റ് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സ്പാർ എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് അവിടെ കയറി കുറച്ച് പാൻ കേക്സും സാധനങ്ങളൊക്കെ വാങ്ങി കഴിക്കാണ്. ഫുള്ള് നൈറ്റ് ലൈഫ് അങ്ങോട്ട് സ്റ്റാർട്ട് ആയിട്ട് ഞങ്ങൾ മറ്റിടത്ത് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്ത് ഇറങ്ങിയതാണ്. ഇപ്പൊ ഏകദേശം 10 മണിയായി.
ഇതിനി കുറെ നേരം ഇങ്ങനെ നിർന്നുകൊണ്ടിരിക്കാം. നമ്മുടെ നൈറ്റ് ലൈഫിലേക്ക് ഇറങ്ങിയാണ് കേട്ടോ. നൈറ്റ് ലൈഫ് ഇങ്ങനെ കാണിച്ചങ്ങനെ പോവാണ് ഞാൻ. അശോഷ് ഇവിടെ വരുന്നവർ മിസ്സാക്കണ്ട. ബോമാൻ സ്ട്രീറ്റ് എന്നാണ് ഇതിന്റെ പേര്. ഒരു വൈകിട്ടേയും കൊണ്ട് ഇറങ്ങാം. നല്ല ഹറാണ്. ഇതിന് എൻ്റെ തന്നെയാണ് ഞാൻ നേരത്തെ പോയ മാളും വരുന്നത്. സോ നൈറ്റ് ലൈറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മളെ റൂമിലേക്ക് പോവാണ്. അതാ നമ്മുടെ റൂം. അതാ പൂറ ലൈറ്റ് അപ്ഡായി. സോ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ് ഫ്രം ഗസാൻ. ലാസ്റ്റ് ടൈം